ജംഷിയാക്ക് അവിടെ പോയി ഇരിക്കുന്നുണ്ട് ബീച്ചിൻ്റെ സൈഡായിട്ടേ. അപ്പോൾ നമുക്ക് മൂപ്പരടുത്ത് കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. ജംഷിയാക്ക. വലൈക്കും അസ്സലാം. ഇന്നത്തെ ഞാൻ ഓരോ ദിവസം ഓരോ ഡൗട്ടായിട്ട് വരും അല്ലേ. ഇന്നത്തെ ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമാനിൽ അതായത് പ്രവാസികൾ മാത്രമല്ല എല്ലാ രാജ്യക്കാരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ഏതാണ്? ഒന്ന് ബോസലാത്തിൻ്റെ ബസ് ഉണ്ട്, പിന്നെ ഓറഞ്ച് ടാക്സി ഉണ്ട്. ഈ രണ്ടുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഒമാനികൾ കൂടുതലും ടാക്സി ജോലിക്കാരവിടെ കൂടുതലും ഈ GCC കൺട്രിയിൽ ജോബ് ചെയ്യുന്നവർ ഒമാനികളാണ്. അപ്പോൾ ഇവിടുത്തെ സുൽത്താന് ഇവർക്കായിട്ട് കൊടുത്തത് നമ്മൾ വിദേശികൾക്ക് ചെയ്യാൻ പറ്റില്ല, സ്വദേശികൾക്ക് ടാക്സി അത് ഫൈനാണല്ലേ? ഫൈന നമ്മൾ മേടിച്ച ഫൈനാണ്. അപ്പോൾ അവർ കൂടുതലായിട്ട് ചെയ്യുന്ന ടാക്സിയാണ്. എന്ത് ജോബുള്ളവരും ഒന്ന് ടാക്സിയിൽ ഒന്ന് ജോബ് ചെയ്യും. അല്ല അത് അത്ര എമൗണ്ടും കുറവല്ലേ? എമൗണ്ട് കുറവാണ്. നമുക്കിപ്പോൾ എവിടെ അടുത്തൊക്കെ അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് ഇല്ല. പക്ഷേ മൂസലാത്തിന്റെ ബസ്സിന് ഇതുപോലെ കുറഞ്ഞ പൈസ ഉള്ളു. പക്ഷെ അത് ടൈമിങ് അത് നമുക്ക് ഇങ്ങോട്ടേ പോകണമെങ്കിലൊക്കെ എപ്പോഴും കിട്ടണമെന്നൊരു ചാൻസ് ഇല്ല. ഓരോ സ്ഥലത്തും ഓരോ ടൈമിംഗ് ഉണ്ട്, ബസ് ടൈം ഉണ്ട്. ഈ ഓറഞ്ച് ടാക്സി ആകുമ്പോൾ എപ്പോഴും കിട്ടും. ഏത് റൂട്ടിന് പോയാലും അവരുണ്ടാവും. പിന്നെ അവരൊരു സൈറ്റ് ഉണ്ട്, അതിൽ കയറി നമുക്ക് ബുക്ക് ചെയ്താൽ നമ്മൾ സൈറ്റിൽ നമ്മളെ ലൊക്കേഷനിൽ വന്ന പോലെ നമ്മളെ കൊണ്ടുപോകുക. അങ്ങനെ ഒരു ഇതുണ്ട്. ഇനി നമ്മൾ ഓറഞ്ച് ടാക്സിയാണ് ഇവിടെ സാധാ ഒമാനികൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊക്കി നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിന്നിട്ട് സൈഡിലേക്ക് തന്നെ നിർത്തി തരും. അപ്പം തന്നെ ചോദിച്ചാൽ മതി എത്ര രൂപയാന്ന് ചോദിച്ചാൽ തലാത്മിയ പറഞ്ഞാൽ നമ്മൾ 200 പൈസ 200 പൈസ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി. വണ്ടിയിൽ പക്ഷെ ഒരാളല്ലേ ഉണ്ടാവില്ല, 3-4 പേരുണ്ടാവും. ചിലപ്പോൾ 3-4, ചിലപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുമല്ലോ പോകുന്ന റൂട്ടിൽ. അതുപോലെ ലക്കിയാണ് ആൾക്കാരെ കിട്ടുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഡൗട്ട്. അപ്പോൾ എൻ്റെ ഡൗട്ട് തീർന്നിരിക്കുന്നു. താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. നമ്മളെ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യണം കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും ടിക്ക് വീഡിയോ ഒക്കെ ആയിട്ട് ഇനി അടുത്തതിലും കാണും. ഓക്കെ, അസ്സലാമു അലൈക്കും.